ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ലക്ഷ്മിയാണ് കേട്ടോ. ഏപ്രിൽ 30-ാം തീയതിയാണ് അക്ഷയ തൃതീയ വരുന്നത്. ഏപ്രിൽ 28-ാം തീയതിയാണ് വൈശാഖ മാസം സ്റ്റാർട്ട് ചെയ്യുന്നത്. വൈശാഖ മാസത്തിന്റെ പുണ്യത്തെ കുറിച്ചിട്ടും ഫലത്തെ കുറിച്ചെല്ലാം തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണുക. ഏപ്രിൽ 30-ാം തീയതിയാണ് അക്ഷയ തൃതീയ വരുന്നത്. എന്താണ് അക്ഷയ തൃതീയ? നമുക്കറിയാം, സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ഒരു ദിവസമാണ് അക്ഷയ തൃതീയ. അത് മാത്രമാണ് പ്രത്യേകത. എന്താണ് അക്ഷയ തൃതീയയുടെ പിന്നിലുള്ള ഐതിഹ്യം? എന്താണ്? ഗുരുകുലത്തില് സന്ദീപിനി മഹർഷിയുടെ ഗുരുകുലത്തില് ശിഷ്യന്മാരായിരുന്നു ബലരാമനും ഭഗവാൻ ശ്രീകൃഷ്ണനും സുദാമാവും. ആരാണ് സുദാമാവ്? സാക്ഷാൽ കുചേലൻ തന്നെ. അപ്പൊ സന്ദീപിനി മഹർഷിയുടെ ശിഷ്യന്മാരാണ് ഇവര് മൂവരും. കുചേലൻ ഭഗവാന്റെ പ്രിയ ഭക്തനാണ്. അദ്ദേഹത്തിന് നിഷ്കളങ്കമായ ഭക്തിയാണ് ഭഗവാനോട്. അങ്ങനെ ഗുരുകുല വിദ്യാഭ്യാസം അവസാനിച്ചു. ദ്വാരകാനാഥൻ ദ്വാരകയിലേക്ക് തിരിച്ചുപോയി. സുദാമാവ് തന്റെ ഭവനത്തിലേക്കും തിരികെ പോയി. അങ്ങനെ വീട്ടിലെത്തിയെങ്കിലും അദ്ദേഹത്തിന് ഭഗവാനുള്ള ഭക്തിയിൽ ലേശം കുറവ് സംഭവിച്ചില്ല എന്നുള്ളതാണ്. നിരന്തരം ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വർഷങ്ങൾ പലതും കഴിഞ്ഞു പോയി. അദ്ദേഹത്തിന് വിവാഹം കഴിഞ്ഞു, കുടുംബവും കുട്ടികളുമായി. പക്ഷെ അദ്ദേഹത്തിന് വളരെ ദരിദ്രനാണ്. അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം എന്നുള്ളത് മുഷിഞ്ഞ ജീർണ വസ്ത്രമാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഒരു പേര് വന്നു, കുചേലൻ. വളരെ ദരിദ്രനാണ് അദ്ദേഹം. ഭാര്യയ്ക്കും മക്കൾക്കും ഒരു നേരത്തെ ഭക്ഷണം പോലും കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക അല്ല അദ്ദേഹം തികച്ചും ദരിദ്ര അവസ്ഥയിലാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഒരു പേര് വന്നു, കുചേലൻ. അപ്പൊ വിശന്ന് പറഞ്ഞിട്ട് കുട്ടികളെ കരയുന്നത് കണ്ടപ്പോ സുദാമാവിന്റെ ഭാര്യ അദ്ദേഹത്തിനോട് പറയാണ്, നിങ്ങളുടെ പ്രിയ സുഹൃത്തല്ലേ ദ്വാരകാനാഥൻ, അദ്ദേഹത്തെ പോയി കണ്ടിട്ട് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അനുഗ്രഹിക്കും, നമ്മുടെ കഷ്ടപ്പാടെല്ലാം തീരുമെന്ന് പറയാണ്. അപ്പം കുചേലൻ പോവാനായിട്ട് മനസ്സ് സമ്മതിക്കുന്നില്ല. കാരണം ഭഗവാനിൽ നിന്നും കുചേലൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. നിറഞ്ഞ ഭക്തി മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്. ഭഗവാനിൽ നിന്നും അദ്ദേഹം ഒന്നും ആഗ്രഹിക്കുന്നില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് കുചേലൻ. എന്നാലും ഭാര്യയുടെ ഒരു നിർബന്ധപ്രകാരം അദ്ദേഹം പോവാൻ തീരുമാനിച്ചു. അപ്പൊ ഭഗവാനെ കാണാൻ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ. അപ്പൊ നോക്കുന്ന സമയത്ത് ഭവനത്തിൽ ഒന്നും തന്നെ കാണാനില്ല. നോക്കുമ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് അവിലിരിക്കുന്നത് കണ്ടു. അത് കെട്ടാനായിട്ട് മറ്റു വസ്തുക്കളൊന്നും കാണാനില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ മുഷിഞ്ഞ വസ്ത്രം തുണി കീറിയിട്ട് അതിൽ അവില് കെട്ടിയിട്ട് കക്ഷത്തിൽ ഇറക്കിയിട്ട് ദ്വാരകയിലേക്ക് നടക്കുകയാണ്. അങ്ങനെ ദ്വാരക കവാടത്തിലെത്തി. അപ്പൊ പല രീതിയിലും കുചേലന്റെ ഒരു വസ്ത്രം കണ്ടപ്പോ പല രീതിയിലും അദ്ദേഹത്തിന് അവിടെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു. അപ്പൊ ഭഗവാൻ നോക്കുന്ന സമയത്ത് ദ്വാരകയുടെ കവാടത്തില് വലിയൊരു ബഹളം കാണുകയാണ്. അപ്പൊ ഭഗവാൻ നോക്കുന്ന സമയത്ത് ഭഗവാൻ ദൂരെ നോക്കുന്ന സമയത്ത് തന്റെ ഉറ്റ സുഹൃത്തും തന്റെ ഭക്തനുമായ കുചേലനാണ് നിൽക്കുന്നത്. അദ്ദേഹത്തെ കടത്തി വിടുന്നില്ല ഭടന്മാര്. അപ്പൊ ഭഗവാൻ സിംഹാസനം വിട്ട് ഇറങ്ങി ഓടി കുചേലന്റെ അരികിലെത്തി. കുചേലനെ കണ്ടതും വാരി പുണർന്ന് ആലിംഗനം ചെയ്യാൻ തുടങ്ങി. കുചേലൻ മതിമറന്നുപോയി. ഭഗവാനും മതിമറന്നുപോയി. കാരണം തന്റെ ഭക്തനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാണുകയാണല്ലോ. ആ ഒരു സ്നേഹപ്രകടനം വർണ്ണിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഭഗവാൻ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. സ്വർണ്ണ തളികയില് സുദാമാവിന്റെ പാദങ്ങൾ വെച്ചുകൊണ്ട് സ്വർണ്ണക്കിണ്ടിയിൽ ജലം എടുത്തിട്ട് ഭഗവാൻ തറയിലിരുന്ന് അദ്ദേഹത്തിന്റെ പാദങ്ങൾ കഴുകി കൊടുക്കുകയാണ്. ഭഗവാനാണ് അദ്ദേഹത്തിന്റെ പാദങ്ങൾ കഴുകി കൊടുക്കുന്നത്. അപ്പൊ കുചേലൻ ഇതൊന്നും കാണാനും സഹിക്കാനും സാധിക്കുന്നില്ല. കാരണം ഭഗവാൻ തന്റെ പാദങ്ങൾ കഴുകുന്നു. അത്രയും സ്നേഹമാണ് ഭഗവാന്. അങ്ങനെ ഭഗവാൻ പാദങ്ങൾ കഴുകിയതിനു ശേഷം തന്റെ സിംഹാസനത്തിൽ, ദ്വാരകാനാഥന്റെ സിംഹാസനത്തിൽ കൊണ്ടേ ഇരുത്തുകയാണ് കുചേലനെ. അപ്പൊ വളരെ മടി കാണിക്കുകയാണ്. കുചേലനെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. കാരണം തികച്ചും ദരിദ്രനാണ് അദ്ദേഹം ഇരിക്കാനുള്ള ഒരു മടി കാണിക്കുകയാണ്. കാരണം തന്റെ ഭഗവാൻ തന്റെ പാദങ്ങൾ കഴുകുന്നു, ആലിംഗനം ചെയ്യുന്നു, സിംഹാസനത്തിൽ ഇരിക്കാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. എല്ലാം തന്നെ ഭഗവാനാണ് ചെയ്യുന്നത് ഭക്തന് വേണ്ടിയിട്ട്. എന്നാലും ഭഗവാന്റെ ഒരു സമ്മതപ്രകാരം അദ്ദേഹം സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ ലക്ഷ്മി ദേവി അദ്ദേഹത്തെ വീശിക്കൊടുക്കുകയാണ് വിശറി കൊണ്ട്. നല്ല രീതിയിൽ ഭഗവാൻ വലിയ രീതിയിൽ അദ്ദേഹത്തിന് സദ്യയൊക്കെ ഒരുക്കി. പല കാര്യങ്ങളും ചർച്ച ചെയ്യാൻ തുടങ്ങി. പഴയ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ തുടങ്ങി. ഭഗവാൻ മതിമറന്ന് ചിരിക്കുകയാണ്. തന്റെ പ്രിയ സുഹൃത്തും പ്രിയ ഭക്തനുമായ കുചേലന്റെ അടുത്ത് പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഭഗവാൻ ചിരിക്കുകയാണ്. അപ്പൊ ലക്ഷ്മി ദേവി വീശിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ സൽക്കാരം നടത്തുകയാണ് ഭഗവാൻ. അങ്ങനെ ഭഗവാനും കുചേലൻ തമ്മില് സല്ലപിച്ചുകൊണ്ട് ഭഗവാൻ കുചേലന്റെ തലയിൽ ഇങ്ങനെ തലോടിക്കൊടുക്കുകയാണ്. ഒരു ഭക്തനോട് ഭഗവാനുള്ള വാത്സല്യം. അപ്പൊ ഭഗവാൻ കാണുകയാണ്. ഭഗവാൻ എന്താ കാണുന്നത്? തന്റെ ഭക്തന്റെ കക്ഷത്തിൽ ഒരു പൊതി കാണുന്നു. അപ്പൊ ഭഗവാന് മനസ്സിലായത് തനിക്ക് എന്തോ കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ ഭഗവാൻ അത് തട്ടിപ്പറിച്ച് വാങ്ങിക്കുന്ന സമയത്ത് പല രീതിയിലും കുചേലൻ അത് വിലക്കുന്നുണ്ട്. പക്ഷെ ഭഗവാൻ അംഗീകരിക്കുന്നില്ല. ഭഗവാനെ തട്ടിപ്പറിച്ച് വാങ്ങിച്ച് തുറന്നു നോക്കുന്ന സമയത്ത് എന്താ കാണുന്നത്? അവില കാണുന്നത്. അപ്പൊ ഭഗവാന് വളരെ സന്തോഷം തോന്നി. തന്റെ പ്രിയ ഭക്തൻ തനിക്കായിട്ട് അവില കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ ഭഗവാൻ ആ ജീർണിച്ച വസ്ത്രത്തിൽ കെട്ടി അവില് വാരി വായിലിടുകയാണ്. വളരെ ആസ്വദിച്ച് ഭഗവാൻ അത് കഴിക്കുന്ന സമയത്ത് കുചേലൻ കരയുന്നുണ്ട്. കാരണം അദ്ദേഹം തികച്ചും ദരിദ്രനാണ്. ആ മുഷിഞ്ഞ വസ്ത്രത്തിൽ കെട്ടിയ അവിലാണ് ഭഗവാൻ ഭക്ഷിക്കുന്നത്. പല ആളുകളും തന്നെ കാണുന്ന സമയത്ത് കുചേലൻ എന്ന് വിളിച്ച് കളിയാക്കും. തികച്ചും ദരിദ്രനാണല്ലോ അദ്ദേഹം.
ആ ഒരു മുഷിഞ്ഞ വസ്ത്രങ്ങൾ കണ്ടിട്ട് തന്നെ കളിയാക്കുന്ന ആളുകൾ ആ ഭഗവാൻ തൻ്റെ ആ മുഷിഞ്ഞ വസ്ത്രത്തിൽ കെട്ടിയ അവിലാണ് ഭക്ഷിക്കുന്നത്. അങ്ങനെ രണ്ടാമത്തെ പിടി വാരി വായിലിടാണ് ഭഗവാൻ. അമൃത് ഭക്ഷിക്കും പോലെ ഭഗവാൻ വളരെ ആസ്വദിച്ചുകൊണ്ട് കഴിക്കാണ്. ഭഗവാൻ അത്രയും ആസ്വദിച്ചുകൊണ്ടാണ് ആ ഒരു അവില് കഴിക്കുന്നത്. മൂന്നാമത്തെ പിടി വാരി വായിലിടുന്ന സമയത്ത് ലക്ഷ്മി ദേവി വന്നിട്ട് കൈകളിൽ പിടിച്ചു ഭഗവാന്റെ, അങ്ങ് ഇത് കഴിക്കരുത്, ഒരുപക്ഷെ അങ്ങ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഞാനും കുചേലന്റെ അവസ്ഥയിൽ എത്തുമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ദേവി. അങ്ങനെ ഭഗവാൻ ആ വാരി അവില് അങ്ങനെ അതിൽ തന്നെ ഇടുകയാണ്. അങ്ങനെ കുചേലനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു വിടുകയും ചെയ്തു. അപ്പൊ ഭഗവാന്റെ ഈ ഒരു സ്നേഹത്തെ കണ്ടിട്ട് പറയാൻ വന്ന കാര്യം കുചേലൻ അങ്ങ് മറന്നുപോയി. വഴി നീളം ഭഗവാൻ അദ്ദേഹത്തെ സ്വീകരിച്ചതും ഭഗവാന്റെ സ്നേഹത്തെക്കുറിച്ചും ആലോചിച്ചുകൊണ്ട് അദ്ദേഹം വീടിനടുത്തെത്താനായി, ഭവനത്തിന്റെ അരികിലെത്താനായി. പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു കാര്യം ഓർമ്മ വന്നു. തന്റെ സങ്കടങ്ങൾ പറയാനല്ല താൻ ഭഗവാനെ കാണാനായിട്ട് പോയത്. കുചേലനെ പോകാനായിട്ട് ഒട്ടും മനസ്സില്ല. തന്റെ ഭഗവാനോട് തന്റെ സങ്കടങ്ങളൊന്നും അറിയിക്കേണ്ട എന്നുള്ള ചിന്തയാണ് അദ്ദേഹത്തിന്. ഭാര്യയുടെ സമ്മതപ്രകാരമാണ് അദ്ദേഹം പോയിരിക്കുന്നത്. എന്നിട്ടും ഭഗവാന്റെ സ്നേഹത്തിനും വാത്സല്യത്തിനുമുള്ള ആ സങ്കടങ്ങളൊന്നും പറയാൻ സാധിച്ചില്ല അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹം തിരികെ എത്തിയിട്ട് നോക്കുന്ന സമയത്ത് തന്റെ വീട് നിന്ന സ്ഥലത്ത് വലിയൊരു കൊട്ടാര കാണുന്നേ. അദ്ദേഹം വിചാരിച്ചു ഭഗവാനെ കുറിച്ചിട്ട് ചിന്തിച്ചു വരുന്ന സമയത്ത് എനിക്ക് വഴി തെറ്റിയോ നോക്കുകയാണ്. 4 ഭാഗത്ത് നോക്കുന്ന സമയത്ത് സ്ഥലം അത് തന്നെയാണ്, പക്ഷെ വീട് നിൽക്കുന്ന സ്ഥലത്ത് എന്താ കാണുന്നത്, വലിയൊരു കൊട്ടാര കാണുന്നത്. അപ്പൊ അദ്ദേഹം വിചാരിച്ചു വഴി തെറ്റിക്കാണും. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ നല്ല വിലപിടിപ്പുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളെല്ലാം ധരിച്ചുകൊണ്ട് ഇറങ്ങി വരികയാണ്. പറയാണ്, വഴി തെറ്റിയിട്ടില്ല, ഇത് നമ്മുടെ ഭവനം തന്നെയാണ്. അങ്ങ് കൊണ്ടുപോയ ഓരോ പിടി അവിലും ആ മാധവൻ വാരി വായിലിടുന്ന സമയത്ത് നമ്മുടെ അവസ്ഥ അവിടെ മാറി മറിയുകയാണ് എന്ന്. കുചേലൻ ഭഗവാന് ഒരു പിടി അവില് സമ്മാനിച്ചുകൊണ്ട് സകല സൗഭാഗ്യങ്ങളും നേടിയെടുത്ത ഒരു ദിവസമാണ് അക്ഷയ തൃതീയ. എല്ലാവർക്കും കുചേലനെ പോലെ ഭഗവാനിൽ സ്വയം അർപ്പിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. എല്ലാ സൗഭാഗ്യങ്ങളും വന്ന് ഭവിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു അക്ഷയ തൃതീയ നേരുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.